മമതാ ബാനർജി ജയിക്കുന്നു, തുടർച്ചയായി ജയിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ്. അതായത് പോൾ ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ വോട്ടിൽ ബഹുഭൂരിയോഗവും മമതയ്ക്കാണ് ലഭിക്കുന്നത്, ബി ജെ പിക്കല്ല. അപ്പോൾ അവർക്ക് അവിടെ കടന്നു കയറണമെങ്കിൽ സ്ത്രീകളുടെ വോട്ട് പിടിക്കണം. അപ്പോൾ ഇനി ഒരു ബഹളം നടന്നു, നാളെ ബഹളം നടന്നു, ഈ ബില്ല് പരാജയപ്പെട്ടു. ബംഗാളിൽ സൃഷ്ടിക്കപ്പെടുന്ന വാട്സപ്പ് മെസ്സേജുകൾ എങ്ങനെയാണ്? നാരീശക്തിക്കെതിരാണ് മമതയും കൂട്ടരും ഉൾക്കൊള്ളുന്ന ഇന്ത്യ സഖ്യം നാരീശക്തിക്കെതിരാണ്. വളരെ സിമ്പിളാണത്. പക്ഷെ അത് മാത്രമാണ്, ബംഗാളോ തമിഴ്നാടോ മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നും ഞാൻ കരുതുന്നില്ല. അത് ഈ സമയത്ത് അവർ അടിയന്തരമായി ഇത് വിളിച്ചതിന് പിന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം ഉണ്ടാവാം. ഇവരുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അത് കുതന്ത്രമാണ്. പല മൾട്ടി ഡയമെൻഷണൽ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് തമിഴ്നാട് ബംഗാൾ തെരഞ്ഞെടുപ്പ് അവരുടെ ലക്ഷ്യമാണ്. ഈ സമയം വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ലോങ്ങർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 50 വർഷം തുടർച്ചയായി ഭരിക്കുക എന്നുള്ളതാണ്. 50 വർഷം തുടർച്ചയായി ഭരിക്കണമെങ്കിൽ എന്ത് വേണം? സീറ്റിൻ്റെ എണ്ണം വർദ്ധിക്കണം, അവരുടെ സ്ട്രോങ് ഹോൾഡ്സിൽ സീറ്റിൻ്റെ എണ്ണം വർദ്ധിക്കണം, മറ്റുള്ളവർക്ക് സീറ്റിൻ്റെ എണ്ണം കുറയണം. അത് വളരെ സിമ്പിളാണ്. പക്ഷെ അതിന് ഈ നാരീശക്തി അല്ലെങ്കിൽ വിമൻ റിസർവേഷൻ ബില്ല് ഒരു മറയാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം, നമ്മൾ പാർലമെൻറ്റ് പണിതു, അതിൽ 800 സീറ്റുണ്ട്. 800 സീറ്റ് പണിയുമ്പോൾ തന്നെ ഉന്നയിച്ചൊരാശി 880 എത്ര ആയിക്കോട്ടെ, 800 മുകളിലുണ്ട്. ഇപ്പോൾ 2026 ഡീലിമിറ്റേഷൻ ഉറപ്പാണ്, അന്നേ തന്നെ ഡിസ്കഷനാണ്. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ ഇങ്ങനെ കൊണ്ടുവരേണ്ടതിൻ്റെ അത്യാവശ്യം. ഇപ്പോൾ നോക്കുക, അമേരിക്ക എടുത്ത് നോക്കുക. അമേരിക്ക ഇതുപോലെ തന്നെ വലിയ പോപ്പുലേഷനുള്ള രാജ്യമാണ്. അമേരിക്കയിൽ 1913 മുതൽ ഇത് ഫ്രീസാണ് ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ, അതായത് നമ്മുടെ ലോക്സഭ പോലത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ 435 സീറ്റിനുള്ള ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഒരു സ്റ്റേറ്റിൽ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്നല്ല, എണ്ണം കൂടില്ല. അപ്പോൾ വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ എന്തിനാണ് സീറ്റിൻ്റെ എണ്ണം കൂട്ടുന്നത് എന്നാണ് ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴുള്ള 534 സീറ്റിൽ തന്നെ 30% കൊടുത്താൽ പോരെ? അത് പറ്റില്ല, സീറ്റിൻ്റെ എണ്ണം കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സീറ്റിൻ്റെ എണ്ണം കൂടിയാൽ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം എടുക്കുക. റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ 1971 ഇത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് 10 ലക്ഷം പേർക്ക് ഒരു MP എന്നുള്ളതാണ് ഒരു കണക്ക്. 10 ലക്ഷം പേർക്ക്. ഇപ്പോൾ വയനാട്ടിൽ പോലും 14 ലക്ഷമുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ കീഴിലുള്ള വോട്ടർമാർ, അല്ലെങ്കിൽ അത്രയും ജനങ്ങളുടെ ഒരു MP ആണ് അവർ. വോട്ടർമാരല്ല, പോപ്പുലേഷൻ. അപ്പോൾ ഇത് അമേരിക്കയിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ ചില അംഗങ്ങളുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 75 ലക്ഷമാണ് ഒരാൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പേരെ റെപ്രസെൻ്റ് ചെയ്താൽ മതിയോ? കുറച്ചുകൂടി റെപ്രസെൻറ്റേഷൻ വേണ്ടേ? എന്നൊരു 1 ലക്ഷം പേർക്ക് ഒരു MP എന്ന നില ആക്കിക്കൂടെ? ഇങ്ങനെയൊക്കെ ചിന്തകൾ വരാം. യഥാർത്ഥത്തിൽ പാർലമെൻ്ററി ഡെമോക്രസിയിലെ റെപ്രസെൻറ്റേഷൻ എന്താണ്? കൂടുതൽ ആളുകളെ ഒരാൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അയാൾക്ക് കൂടുതൽ MP ഫണ്ട് ചെലവഴിക്കാൻ കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ പരാതി സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. ഇത് ഒരു ലാർജർ ഡിബേറ്റ് വേണ്ട ഒരു കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാർലമെൻ്ററി ഡെമോക്രസിയിൽ നടക്കുന്നത്? അവിടെ നടക്കുന്ന ഡിബേറ്റാണ്, നിയമനിർമ്മാണമാണ്. അപ്പോൾ നിയമനിർമ്മാണവും ഡിബേറ്റൊക്കെ നടക്കുന്ന സമയത്ത് ഒരു 800 പേര് അങ്ങ് ഇരിക്കുകയാണ്. 800 പേര് അവിടെ സംസാരിക്കുന്നുണ്ടോ? ഒരു ബില്ലിൽ 800 പേര് സംസാരിക്കുന്നുണ്ടോ? അലമ്പെന്ന് മാത്രമേ ഇത് നടക്കില്ല. അമേരിക്കയിൽ ഇത് സ്റ്റാൾ ചെയ്യാൻ കാരണം, 1913 സ്റ്റാൾ ചെയ്യാൻ കാരണം അവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവിടുത്തെ പാർലമെൻ്ററി ഫംഗ്ഷനിങ് നടക്കാത്തതുകൊണ്ടാണ്. ആൾ കൂടുന്നതനുസരിച്ച് പാമ്പിയാവില്ല. ഇതെന്തോ ഇതാണ്. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ എന്താണ്? എത്ര പേരെ ഒരു MP റെപ്രസെൻ്റ് ചെയ്യണം? പാർലമെൻ്ററി ഡെമോക്രസി എന്താണ്? അവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്? MP മാരുടെ പണി എന്താണ്? ഇതായും തന്നെ ഡിഫൈൻ ചെയ്യണം.